ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലവ്ലി സ്മൈലി. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നിവിടെ ഒരു പൈനാപ്പിൾ ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. നമുക്ക് അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് ആദ്യം നോക്കാം കേട്ടോ. ഒരു വലിയ പൈനാപ്പിളിൽ നിന്ന് പകുതി കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ വേണ്ടുന്നത് കുറച്ച് എള്ള്, പിന്നെ 3-4 ഏലക്കായ, ഒരു ഗ്ലാസ് ചോറാണ് എടുത്തിരിക്കുന്നത്. മൈദപ്പൊടി ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചോറെടുത്തത്. ഇത് ഒരു 3 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, 1 കപ്പ് പഞ്ചസാര ആവശ്യമായിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് നെയ്യാണ് കേട്ടോ. നെയ്യോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിലോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണ്. നെയ്യാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. പിന്നെ വേണ്ടുന്നത് 1/2 കപ്പ് പാലാണ്. ഇത് പശുവിൻ പാലാണ് കേട്ടോ. അത് കാച്ചിയതോ കാച്ചാത്തതോ ഒക്കെ ആവാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിൾ കഷ്ണങ്ങൾ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരിച്ച് എടുക്കാം കേട്ടോ. ജ്യൂസാക്കി മാറ്റി എടുക്കാം. അതിനായിട്ട് നമുക്ക് ഇത് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് അടിച്ച് ജ്യൂസാക്കി അരിച്ച് എടുക്കാം കേട്ടോ. കണ്ടില്ലേ? ഇനി അത് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചോറ് ജാറിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഈ ചോറ് കുറച്ച് അടിച്ച് എടുക്കാം. കണ്ടില്ലേ? ഇനി നമ്മൾ കുറച്ച് പാൽ കൂടി ചേർത്തിട്ട് വീണ്ടും അരച്ച് എടുക്കാം. നമ്മൾ കുറേശ്ശെ പാലും ഒക്കെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ഈ സമയത്ത് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതും പിന്നെ നമ്മളെടുത്ത് വെച്ച ഏലക്കായ, അത് ഒന്ന് ചതച്ചിട്ടാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി കുറച്ച് പാലും കൂടി ചേർത്തിട്ട് വീണ്ടും മിക്സിയിൽ അരയ്ക്കുക. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുഴുവൻ പാലും ചേർത്തിട്ട് നന്നായി ലൂസായിട്ട് അരച്ച് എടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ ലൂസായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 1 സ്പൂണ് പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. കുറച്ച് കളർ മാറി വരുന്നത് വരെ ചൂടാക്കിയാൽ മതി കേട്ടോ. ഒരുപാട് ബ്രൗൺ കളറാവുന്ന വരെ ചൂടാക്കണ്ടോ. ഇതുപോലെ മതി. ഇത് നമ്മുടെ ഹൽവയ്ക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അതുമാത്രമല്ല ഒരു രുചിയും കൂടും ഇങ്ങനെയാവുമ്പോൾ കേട്ടോ. ഇനി നമുക്ക് ആ മിശ്രിതത്തിൽ പഞ്ചസാര ഉരുക്കിയതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മാവ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉണ്ടല്ലേ? ഇനി ഈ മാവ് ചേർത്ത് കൊടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പൈനാപ്പിൾ ജ്യൂസ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉണ്ടല്ലേ? നന്നായിട്ട് മിക്സ് ചെയ്യണം. വൈറ്റും യെല്ലോയും കൂടി നല്ല കോമ്പിനേഷനാണല്ലേ കാണാൻ. ഇനി നമുക്കിത് നമ്മുടെ സ്റ്റവിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിത് ചൂടാക്കിയെടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. കണ്ടോ? ഇതുപോലെ ഇപ്പോൾ നല്ല യെല്ലോ കളറായി വന്നിട്ടുണ്ടല്ലേ? ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യും പഞ്ചസാരയൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്താണ് നമ്മളിത് പാകപ്പെടുത്തി എടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കുറച്ച് തിളച്ച് വരട്ടെ കേട്ടോ. കുറച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലെയിം കുറച്ചൊന്ന് താഴ്ത്തി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ചുകൂടി നെയ്യ് ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. അങ്ങനെ കുറേശ്ശെ നമുക്ക് പഞ്ചസാര നെയ്യൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ഈ പാൻ നന്നായിട്ട് കുറുക്കി എടുക്കണം. നന്നായിട്ട് കുറുക്കി നമ്മുടെ ഈ പാനിൽ ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിലായിട്ട് നമുക്കത് വേർതിരിച്ച് എടുക്കണം. കണ്ടോ? തിളയൊക്കെ വരുന്നില്ലേ നല്ലോണം? ഇനി നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം കേട്ടോ. ഉണ്ടല്ലേ? ഈ സമയത്ത് നമുക്ക് അതിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കുകയുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം വളരെ താഴ്ത്തി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് നമുക്ക് പാലിൽ ചേർത്തിട്ട് അരച്ചെടുക്കാം. കാഷ്യൂനട്ട് നടുകെ ഒന്ന് കീറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വല്ല പുഴുവോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്
നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി ഈ പേസ്റ്റ് നമുക്ക് നമ്മുടെ ഈ പൈനാപ്പിളിൻ്റെ മിശ്രിതത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കണ്ടില്ലേ, ഇപ്പോൾ കുറച്ചൊക്കെ കുറുകി വരുന്നുണ്ടല്ലേ. ഉണ്ടായിരുന്നു. ബാക്കി കുറച്ച് നെയ്യ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കാം. ഉണ്ടോ, ഈ കാഷ്യൂനട്ട് പേസ്റ്റ് ചേർക്കുമ്പോണ്ടല്ലോ ഈ ഹൽവയ്ക്ക് ഒരു വേറെ രുചിയുണ്ട് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കത് വളരെ ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് ആണ് ഞാനിപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാക്കി കാണിക്കുന്നത്. കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കുറേ ഉണ്ടായിരുന്നല്ലേ ഇത്, ഇപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ അല്ലേ കാണുമ്പോൾ. ഉണ്ടോ, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അടിയിൽ പിടിക്കാതെ വേണം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ പാലിൽ നിന്ന് കുറേ വിട്ട് വരുന്നുണ്ടല്ലേ. കണ്ടില്ലേ, വിട്ട് വരുന്ന പരുവായിട്ടുണ്ട്. ഇനി തീ നന്നായി കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അത് ഉരുണ്ട് വരുന്ന രൂപത്തിലേക്ക് നമുക്കത് മാറ്റിയെടുക്കണം. എന്നാൽ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. കണ്ടില്ലേ, ഇപ്പോൾ ഇത് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നില്ലേ ഇത്. ഇനി നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആ മിശ്രിതം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1-1.5 മണിക്കൂറോളം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇത് തണുക്കാൻ വേണ്ടി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല. എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെച്ചാൽ മാത്രം മതി. 1-1.5 മണിക്കൂർ ആകുമ്പോഴേക്കും ഇത് നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ടുപോരും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ഹൽവ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് എള്ളും അതുപോലെ കാഷ്യൂനട്ട് പൊടിച്ചതും കൂടെ വെതറിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണിത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഓക്കേ.